ഹായ്, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് അസാധാരണമായ ഒരു ജീവിതകഥയാണ്. അധികമാരും തിരഞ്ഞെടുക്കാത്ത വഴികളിലൂടെ മാത്രം നടന്ന് തനിക്കു മുന്നിലുണ്ടായിരുന്ന എല്ലാ മതിലുകളും ഇടിച്ചു നിരത്തി വിജയം നേടിയ ശ്രീകാന്ത് ബൊല്ലയുടെ കഥ. റോബർട്ട് ഫ്രോസ്റ്റിന്റെ ഈ പ്രശസ്തമായ വാക്കുകളുണ്ടല്ലോ, അത് ശ്രീകാന്തിന്റെ ജീവിതത്തിന് എത്രമാത്രം ചേർന്നതാണെന്നോ. കാരണം വലിയ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ അദ്ദേഹം തിരഞ്ഞെടുത്ത പാത അത്രത്തോളം വ്യത്യസ്തമായിരുന്നു. ശ്രീകാന്തിന്റെ കഥ തുടങ്ങുന്നത് 1991-ലാണ്. ആന്ധ്രാപ്രദേശിലെ ഒരു സാധാരണ കർഷക കുടുംബത്തിലാണ് അവൻ ജനിച്ചത്. അവന്റെ മാതാപിതാക്കൾക്ക് കാര്യമായ വിദ്യാഭ്യാസമൊന്നും ഉണ്ടായിരുന്നില്ല. ഒന്നാലോചിച്ചു നോക്കൂ, അവരുടെ വാർഷിക വരുമാനം വെറും 20,000 രൂപയായിരുന്നു. ആ ദാരിദ്ര്യത്തിനിടയിൽ ജന്മനാ കാഴ്ചയില്ലാതെയാണ് ശ്രീകാന്ത് ജനിച്ചത്. ചുറ്റുമുള്ളവർ അവനെ ഒരു ശാപമായി, ഒരു ഭാരമായി കണ്ടു. ചിലർ ആ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വരെ ഉപദേശിച്ചു. പക്ഷെ അവന്റെ മാതാപിതാക്കൾക്ക് അവൻ ലോകത്തിലെ ഏറ്റവും വലിയ നിധിയായിരുന്നു. അവനെ കിട്ടിയപ്പോൾ തങ്ങളാണ് ലോകത്തിലെ ഏറ്റവും സമ്പന്നരെന്ന് അവർ വിശ്വസിച്ചു. സ്കൂളിൽ ചേർന്നപ്പോഴോ അവിടുത്തെ അവസ്ഥ അതിലും കഷ്ടമായിരുന്നു. ആരും ശ്രദ്ധിക്കാനില്ലാതെ, പഠിപ്പിക്കാനില്ലാതെ 2 വർഷത്തോളം അവൻ ഏറ്റവും പുറകിലത്തെ ബെഞ്ചിൽ ഒതുക്കപ്പെട്ടു. പണമില്ലാത്തതല്ല, ആരും കൂട്ടില്ലാത്ത ആ ഒറ്റപ്പെടലാണ് അവനെ ലോകത്തിലെ ഏറ്റവും പാവപ്പെട്ടവനാക്കിയത്. അങ്ങനെയിരിക്കെയാണ് ആ മാതാപിതാക്കൾ ഒരു തീരുമാനമെടുത്തത്. അവരവനെ ഹൈദരാബാദിലെ ഒരു സ്പെഷ്യൽ സ്കൂളിലേക്ക് അയച്ചു. അതൊരു വഴിത്തിരിവായിരുന്നു. അവിടെ വെച്ച് അവന്റെ ജീവിതം തന്നെ മാറിമറിഞ്ഞു. പഠനത്തിൽ അവൻ ഒന്നാമനായി. ചെസ്സിലും ക്രിക്കറ്റിലും ഇന്ത്യയെ പ്രതിനിധീകരിച്ചോ. എന്തിനേറെ, സാക്ഷാൽ ഡോക്ടർ APJ അബ്ദുൽ കലാമിനൊപ്പം പ്രൊജക്ടുകളിൽ പ്രവർത്തിക്കാൻ വരെ അവൻ അവസരം കിട്ടി. 10ാം ക്ലാസ്സിൽ 90% മുകളിൽ മാർക്ക് വാങ്ങി ജയിച്ചപ്പോൾ അവന് സയൻസ് പഠിക്കാനായിരുന്നു ആഗ്രഹം. പക്ഷേ സിസ്റ്റം വീണ്ടും അവനൊരു തടസ്സം സൃഷ്ടിച്ചു. കാഴ്ചയില്ലാത്തതുകൊണ്ട് ആർട്സ് മാത്രമേ പഠിക്കാൻ പറ്റൂ എന്ന് പറഞ്ഞ് സ്റ്റേറ്റ് ബോർഡ് അവന്റെ അപേക്ഷ തള്ളി. പക്ഷേ തോറ്റുകൊടുക്കാൻ ശ്രീകാന്ത് തയ്യാറായിരുന്നില്ല. അവൻ നേരെ പോയി സർക്കാരിനെതിരെ കേസ് കൊടുത്തു. 6 മാസം നീണ്ട ഒരു നിയമ പോരാട്ടമായിരുന്നു അത്. ഒടുവിൽ വിജയം അവനോടൊപ്പമായിരുന്നു. സ്വന്തം റിസ്കിൽ സയൻസ് പഠിക്കാൻ സർക്കാർ അവന് അനുമതി നൽകി. പക്ഷേ പഠിക്കാൻ ആവശ്യമായ പുസ്തകങ്ങളോ മറ്റ് സൗകര്യങ്ങളോ ഇല്ലായിരുന്നു. ആ സമയത്ത് ഒരു ടീച്ചർ അവന്റെ പാഠപുസ്തകങ്ങളെല്ലാം സ്വന്തം ശബ്ദത്തിൽ റെക്കോർഡ് ചെയ്തു കൊടുത്തു. അതിന്റെ ഫലമെന്തായിരുന്നെന്നോ? +2 പരീക്ഷയിൽ അവൻ നേടിയത് 98% മാർക്കാണ്. ഇനിയെല്ലാം എളുപ്പമാകുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഇല്ല. അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരീക്ഷണങ്ങൾ വരാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഇത്തവണ വെല്ലുവിളി വന്നത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നാണ്. ഇന്ത്യയിലെ ഏതൊരു സയൻസ് വിദ്യാർത്ഥിയുടെയും സ്വപ്നമാണ് IITയിലെ ഒരു സീറ്റ്. പക്ഷെ ശ്രീകാന്തിനു മുന്നിൽ ആ വാതിലും കൊട്ടിയടയ്ക്കപ്പെട്ടു. കാരണം അവന്റെ കാഴ്ചയില്ലായ്മ. എൻട്രൻസ് പരീക്ഷ എഴുതാൻ പോലും അവരവനെ അനുവദിച്ചില്ല. ആ നിമിഷം ശ്രീകാന്ത് ഒരു തീരുമാനമെടുത്തു. എന്നെ വേണ്ടാത്ത IIT എനിക്കും വേണ്ട. ഇന്ത്യയിൽ അവസരമില്ലെങ്കിൽ എന്താ, ഈ ലോകം വലുതല്ലേ. അങ്ങനെ അവൻ സ്വന്തം രാജ്യത്തിനപ്പുറത്തേക്ക് വിശാലമായ ലോകത്തേക്ക് നോക്കാൻ തുടങ്ങി. അവൻ അപേക്ഷിച്ചത് എങ്ങോട്ടേക്കാണെന്നോ? അമേരിക്കയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിലേക്ക്. MIT, സ്റ്റാൻഫോർഡ്, ബെർക്ക്ലി, കാർണഗി മെലൻ. അവിടുന്ന് എല്ലാവരും അവനെ 2 കൈയും നീട്ടി സ്വാഗതം ചെയ്തു. ഒടുവിൽ അവൻ തിരഞ്ഞെടുത്തത് ലോകപ്രശസ്തമായ MIT ആയിരുന്നു. അതൊരു സാധാരണ അഡ്മിഷൻ ആയിരുന്നില്ല. MITയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരുന്നു കാഴ്ചയില്ലാത്ത ഒരു വിദേശ വിദ്യാർത്ഥി അവിടെ പഠിക്കാനെത്തുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, MITയിലെ പഠനം, അതിനുശേഷം അമേരിക്കയിൽ വലിയ ശമ്പളത്തോടെ ഒരു ജോലി. ആർക്കും കൊതി തോന്നുന്ന ഒരു ജീവിതം അവന്റെ മുന്നിലുണ്ടായിരുന്നു. പക്ഷേ ശ്രീകാന്തിന്റെ മനസ്സിൽ മറ്റെന്തോ ആയിരുന്നു. അവൻ തന്റെ ജീവിത ലക്ഷ്യത്തെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കാൻ തുടങ്ങി. അവന്റെ ഉള്ളിൽ 2 ചോദ്യങ്ങൾ അപ്പോഴും കിടന്ന് നീറുന്നുണ്ടായിരുന്നു. ഒന്നാമത്തേത്, എന്തിനാണ് തന്നെപ്പോലെയുള്ള കുട്ടികളെ സ്കൂളുകളിൽ പിൻവെഞ്ചിലിരുത്തി ഒറ്റപ്പെടുത്തുന്നത്? രണ്ടാമത്തേത്, ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് വരുന്ന ഭിന്നശേഷിക്കാരെ എന്തിനാണ് സമൂഹം ഒരു ജോലിയും നൽകാതെ മാറ്റി നിർത്തുന്നത്? ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടിയാണ് അവൻ അമേരിക്കയിലെ ആ സുവർണാവസരങ്ങളെല്ലാം വേണ്ടെന്ന് വെച്ച് ഇന്ത്യയിലേക്ക് വിമാനം കയറിയത്. ഇവിടെ തന്നെപ്പോലെ കഷ്ടപ്പെടുന്നവർക്ക് ഒരു താങ്ങും തണലുമാകാൻ വേണ്ടി അവൻ തന്റെ പങ്കാളിയോടൊപ്പം ഒരു കമ്പനി തുടങ്ങി, ബുള്ളന്റ് ഇൻഡസ്ട്രീസ്. എന്താണ് ഈ ബുള്ളന്റ് ഇൻഡസ്ട്രീസ് ചെയ്യുന്നതെന്നല്ലേ? അവർ ഭിന്നശേഷിക്കാരെ കണ്ടെത്തുന്നു, അവർക്ക് വേണ്ട എല്ലാ പരിശീലനവും നൽകുന്നു, എന്നിട്ട് അവർക്ക് ജോലി കൊടുക്കുന്നു. ഇന്ന് 150-ലധികം ഭിന്നശേഷിക്കാരാണ് അവിടെ ജോലി ചെയ്യുന്നത്. 3000-ലധികം വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ സഹായം നൽകുന്നു. അതും
പരിസ്ഥിതിക്ക് ദോഷം ചെയ്യാത്ത ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ചുകൊണ്ട്. അപ്പോ ശ്രീകാന്തിന്റെ ഈ അവിശ്വസനീയമായ ജീവിതത്തിൽ നിന്ന് നമുക്കെല്ലാവർക്കും ചില കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അദ്ദേഹം തന്നെ പറയുന്ന 3 പ്രധാന പാഠങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തേത്, മറ്റുള്ളവരോട് കരുണ കാണിക്കുക, അവരെ വളരാൻ സഹായിക്കുക. കാരണം മറ്റൊരാളുടെ സന്തോഷമാണ് നമ്മുടെ യഥാർത്ഥ സമ്പത്ത്. രണ്ടാമത്തേത്, ആരെയും ഒറ്റപ്പെടുത്താതിരിക്കുക. കാരണം ഏകാന്തതയാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ദാരിദ്ര്യം. പിന്നെ മൂന്നാമത്തേത്, നമ്മളൊരു നല്ല കാര്യം ചെയ്താൽ അതിന്റെ ആദ്യത്തെ ഗുണം കിട്ടുന്നത് നമുക്ക് തന്നെയായിരിക്കും. അവസാനമായി ശ്രീകാന്തിന്റെ തന്നെ ആ വാക്കുകളോടെ നമുക്ക് നിർത്താം. ഈ ലോകം ഒരുപക്ഷെ എന്നെ നോക്കി പറയുമായിരിക്കും, ശ്രീകാന്ത്, നിന്നെക്കൊണ്ട് ഒന്നിനും കഴിയില്ല എന്ന്. പക്ഷെ ഞാൻ തിരിച്ചു ലോകത്തോട് പറയും, എന്നെക്കൊണ്ട് എന്തും ചെയ്യാൻ കഴിയുമെന്ന്. നമ്മുടെയൊക്കെ കുറവുകളെയും പരിമിതികളെയും എന്തിനെ ഏറ്റവും വലിയ ശക്തിയാക്കി മാറ്റാമെന്നതിനുള്ള ഇതിലും വലിയൊരു പ്രചോദനം വേറെയില്ല, അല്ലേ?